മറ്റേ അമർ അക്ബർ അന്തോണി സിനിമയ്ക്കകത്ത് പാഷാണ ഷാജി അമ്മ അയ്യോ 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 എന്ന് പറഞ്ഞ് വീഴുമ്പം എണീച്ച് പോടാ മതി എന്ന് പറഞ്ഞ് പറയുന്ന രീതിയിലാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അക്രമം നടന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തിയിട്ട് ഇന്നലെ വൈകിട്ട് മുതൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്നത് കേരളത്തിലെ പൊതുജനങ്ങളെല്ലാം കാണുന്നതാണ്, എല്ലാവരും കാണുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഭരണപക്ഷത്തിരിക്കുന്ന കാലത്ത് ഇവർ ഒതുങ്ങിയിരിക്കുമായിരുന്നു, ഇവർ ഉറങ്ങിയിരിക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. ഇത് ഇവർക്ക് ഇനി മുന്നോട്ടുള്ള കാലങ്ങളിലുള്ള ഒരു പ്രാക്ടീസ് മാത്രമാണ്. ഇവരിനി ഇത് കണക്കായിരിക്കും. ഇവർ അടുത്ത ഇലക്ഷനിൽ തോറ്റ് ഇവർ പ്രതിപക്ഷത്തിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇവർ വരും കാലങ്ങളിൽ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ഇതിൻ്റെ അപ്പുറമായിരിക്കും. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലായിരുന്നു. 10 വർഷമായിട്ട് ഇവരിങ്ങനെ ഒതുങ്ങിക്കൂടി ഒക്കെ ഇരിക്കുമായിരുന്നു. ഭരണപക്ഷത്താണല്ലോ, ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് കൊണ്ട് ഒതുങ്ങിക്കൂടി ഇരിക്കുമായിരുന്നു. ഇപ്പം ഇവർക്ക് ഏകദേശം മനസ്സിലായി ഇനി ഇവർക്ക് തുടർഭരണം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു 90% ഇവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് തൊട്ട് ആ അക്രമം അവിടെ പ്രതിഷേധം നടന്നു എന്നുള്ളത് സത്യമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കേരളത്തിലുടനീളം ഈ പറയുന്ന KSUവും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടായി. ആ വീഡിയോയിൽ ഞാൻ വീണ്ടും ആ വീഡിയോകളെല്ലാം ഇരുന്ന് കണ്ടിട്ടും അങ്ങനെ ഒരു അക്രമം നടന്നതായിട്ട് കാണുന്നില്ല. ഇപ്പം ന്യൂസിലും കാണുന്നു RPF-കാർ അവിടുത്തെ CCTV പരിശോധിച്ചിട്ടും അങ്ങനെ ഒരു അക്രമം നടന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ അക്രമം നടന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. 5 പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസ് എടുത്തിട്ടുണ്ട്. ശരി, അക്രമം നടത്തിയിട്ടുള്ളവർക്കെതിരെ കേസ് എടുക്കണം. അതിന് ഈ പറയുന്ന കേരളത്തിലുടനീളമുള്ള കോൺഗ്രസ് ഓഫീസുകളും അവർ വെച്ച ഫ്ലെക്സുകളും കൊടിമരങ്ങളും ഒക്കെ നശിപ്പിക്കാനുള്ള അതൊരു ലൈസൻസ് ആയിട്ടാണ് ഇവരെടുത്തിരിക്കുന്നത്. ഇത് ഇവർ കരുതി കൂട്ടി ഇരുന്നൊരു സംഭവം തന്നെ. ഇത് കുറച്ച് പാളിപ്പോയെന്നേ ഉള്ളൂ. ഇതൊരു നാടകമായിരുന്നു. ഇത് കുറച്ച് ദിവസമായിട്ട് ഇവർ പ്ലാൻ ചെയ്തതാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവർ കുറച്ച് ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഉള്ള ന്യൂസുകൾ എടുത്ത് നോക്കിയിട്ട് വീണ ജോർജ് ഈ പറയുന്ന സമരാനുകൂലികൾക്ക് എതിരെയുള്ള അവരുടെ നീക്കം, അവരുടെ പ്രവൃത്തി പ്രകടനം എങ്ങനെയായിരുന്നു നോക്കുക. ഇന്നലെ തന്നെ നോക്കുക. വാ ഞാൻ തടുക്കാം എന്നുള്ള രീതിയിൽ പോലീസിനെ മാറ്റി നിർത്തി ഇവർ സ്വയം അവരുടെ മുന്നിലേക്ക് ചെല്ലാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും കണ്ട് മനസ്സിലാക്കാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇത്രയും ഇല്ലാതിരുന്ന കാലങ്ങളിൽ, ഇതിന് ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങൾ ഇത്രയും ഇല്ലാതിരുന്ന കാലങ്ങളിൽ നിങ്ങൾ കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ച ആളുകൾ തെരുവിലിറങ്ങി അടിച്ച് തകർത്തിട്ടുമുണ്ട്. അപ്പം അത് തന്നെയാണ് നിങ്ങൾ ഈ ആധുനിക കാലത്തിൽ 21ാം നൂറ്റാണ്ടിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. കുറേ കൊലവിളി മുദ്രാവാക്യങ്ങളും കുറേ പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കലും കൊടിമരം നശിപ്പിക്കലും ഒക്കെയാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ 2015 മുൻപ് അല്ലെങ്കിൽ 2016 നിങ്ങൾ ഭരണം വരുന്നതിന് മുന്നേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമുറകൾ തന്നെയാണ്. നിങ്ങൾക്ക് യാതൊരു മാറ്റമില്ല. നിയമസഭ തല്ലിപ്പൊളിച്ച സമര രീതി തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും തെരുവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നലത്തെ ഒരു വിഷയത്തിന് ശേഷം പുതുയുഗ യാത്രയ്ക്ക് കേരളത്തിലുടനീളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകരണം എല്ലാവർക്കും അറിയാം. നിങ്ങൾ 3 യാത്ര നടത്തിയല്ലോ, അത് പൊട്ടിപ്പോയി എന്ന് നിങ്ങളുടെ തന്നെ ഘടകകക്ഷികളും പറഞ്ഞല്ലോ. ഇത് നടത്തേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. 3ആയിട്ട് നടത്തേണ്ടിയിരുന്നില്ല എന്ന് തന്നെ തുറന്നു സമ്മതിച്ചല്ലോ. നിങ്ങളും വിലയിരുത്തിയല്ലോ. CPM എന്നുള്ളൊരു പാർട്ടി, CPI എന്നൊരു പാർട്ടി ഇത് വിലയിരുത്തിയല്ലോ, വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നുള്ളത്. പക്ഷേ പുതുയുഗ യാത്രയ്ക്ക് കേരളത്തിലുടനീളം കിട്ടുന്ന സ്വീകരണം അങ്ങനെ അല്ലല്ലോ. മികച്ച സ്വീകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ഫ്ലെക്സ് അടിച്ച് തകർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാരണം വേണമായിരുന്നു. അത് ഇന്നലെ കിട്ടി. അത് ഈ പറയുന്ന KSUക്കാർ തന്നെ കൊണ്ട് തന്നു. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നു, അഡ്മിറ്റ് ചെയ്ത് ICUലാന്ന് പറയുന്നു. ഈ ജനങ്ങൾ ഇത് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ്റെ കോപ്പി ഞാൻ ഇവിടെ ഇടാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ആൾക്കാർ ഒരു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് നൽകിയ മെഡിക്കൽ ബുള്ളറ്റിനാണ്, ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനാണിത്. ഇത് എനിക്ക് കണ്ടിട്ട് മറ്റേ സഹകരണ ബാങ്കിലെ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിലേ അതിൻ്റെ ബോർഡ് മെമ്പേഴ്സായിട്ടുള്ള ഈ പാർട്ടിക്കാർ ഒരു മറ്റേ ശുപാർശ ലെറ്റർ തരും. എനിക്ക് അത് കണ്ടിട്ട് അങ്ങനെ തോന്നി. ആ ശുപാർശ ലെറ്ററിൻ്റെ അതേ ഫോർമാറ്റിലാണ് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അടിച്ചു വെച്ചേക്കുന്നത്. ഈ പറയുന്ന കണക്ക് കേരളത്തിലെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്ന ഒരു രീതിയാണോ അത്? ഇങ്ങനെയാണോ ഈ പറയുന്നത്? നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത ഏത് രീതിയിലാണ്? ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെന്നുള്ള രീതിയിലാണ്. ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള ഒരു പേഷ്യൻറ്റിനെ പറ്റി, ഒരു വെറും പേഷ്യൻ്റ് അല്ല, ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന മന്ത്രി, ആരോഗ്യം, അത് നിങ്ങളുടെ മിനിസ്റ്റർ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റൽ മിനിസ്റ്ററിൻ്റെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്ന രീതിയാണോ അത്? അതേതോ ഒരു പാർട്ടി ഓഫീസിൽ എഴുതി കൊടുത്തതിന് തുല്യമായിട്ടൊരു സാധനമാണ്, ഒരു പേപ്പർ എഴുതി കൊടുത്തതിന് തുല്യമായിട്ടൊരു സാധനം ഇറക്കി വെച്ചേക്കുന്നത്. അത് ഞാനിവിടെ ഇടാം, ആൾക്കാർ കാണുമ്പോൾ അതിൻ്റെ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഇന്നലെ ഇതൊരു ലൈസൻസ് ആയിരുന്നു, അടിച്ച് തകർക്കാൻ ഉള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് നിങ്ങളത് കണ്ടേക്കുന്നത്.
അത് നിങ്ങൾ തുടർന്നോളൂ. കാരണം ഇനി ഇനി കേരളത്തിലെ ജനങ്ങൾ കാണാൻ പോകുന്നത് അത് തന്നെയാണല്ലോ. കഴിഞ്ഞ 10 വർഷം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഭരണവശത്ത് ഇരിക്കുന്നത് കൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. മറ്റവർ പ്രതിപക്ഷം ആയതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഇത്രയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഈ പറയുന്ന കണക്ക് വലിയ ബഹളങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മന്ത്രി പി രാജീവ് പറഞ്ഞ കണക്ക് ഒരു കഴിവുകെട്ട പ്രതിപക്ഷം തന്നെയായിരുന്നു. പ്രതിഷേധിക്കാത്തൊരു പ്രതിപക്ഷം തന്നെയായിരുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാഞ്ഞതാന്നേ. അല്ലാതെ നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഇല്ലാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ ഒന്നും അല്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന സംഭവം നിങ്ങൾ മറ്റേ കുറെ പേരെ അടിച്ചു കൂട്ടും, കുറെ പേരെ അടിച്ചൊതുക്കും, എല്ലാം ചെയ്യും. ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മന്ത്രി ആക്രമിച്ചു എന്ന് നിങ്ങളൊരു കള്ളക്കഥ ഉണ്ടാക്കി അത് കേട്ട് ഇവിടെ ആൾക്കാർ ഇറങ്ങി, അവർക്ക് നൊന്തു, വേദനിച്ചു. ഹെൽമെറ്റ് വെച്ചും പട്ടിയേൽ വെച്ചും കമ്പി വെച്ചും ഒക്കെ റോഡിലിട്ട് അടിച്ചു കൂട്ടിയപ്പോൾ അവർക്ക് വേദനിച്ചില്ലേ? അവർക്ക് വേദനിക്കത്തില്ലേ? ഉമ്മൻചാണ്ടിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അയാൾക്കെതിരെ പ്രതിഷേധം നടത്തി ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച ഗ്ലാസിന്റെ ചില്ല് തെറിച്ച് അയാൾക്ക് നെറ്റിയിലുണ്ടായ മുറിവ് അയാൾക്ക് വേദനിച്ചില്ലായിരിക്കും അല്ലേ? ഇതൊക്കെ ഒരു രീതിയാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ലൈസൻസ് ആക്കി കരുതി നിങ്ങൾ ഇത് തുടരുമെന്നുള്ളത് അറിയാം. കേരളത്തിലെ ജനങ്ങൾ ഇത് മൊത്തം കണ്ടതാ. നിങ്ങളെ ഈ വാർത്ത, ഈ വീണ ജോർജിന് പരിക്കേറ്റു എന്നുള്ള വാർത്ത കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് സമരത്തിനിടയ്ക്ക് പരിക്കേക്കാം, എല്ലാം ശരിയാണ്, നമുക്ക് മനസ്സിലാവും. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ പരിക്കേക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ പക്ഷേ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പോലെ മുഖ്യമന്ത്രി വരുന്നു, പാർട്ടി സെക്രട്ടറി വരുന്നു, സ്പീക്കർ വരുന്നു, സർവ്വമാന ആൾക്കാരും വരുന്നു, പത്രസമ്മേളനം നടത്താൻ വെയിറ്റ് ചെയ്തിരുന്ന കണക്ക് വരുന്നു, ഇതങ്ങോട്ട് കഴിയാനിരിക്കുന്നു, സർവ്വമാന ആളുകളും സജ്ജമായി റോഡിലേക്ക് ഇറങ്ങി മറ്റ് പാർട്ടിക്കാരുടെ എല്ലാം അടിച്ചു തകർക്കാനുള്ള എല്ലാം പ്രീ പ്ലാൻഡ് പോലെ തന്നെ ഇരിക്കുന്നു. അത് കാണുമ്പോഴാണ് ജനങ്ങൾക്കൊരു സംശയം തോന്നുന്നത്. ഒരു പൊതുജനം എന്നുള്ള ലെവലിലുള്ള എല്ലാവർക്കും സംശയം തോന്നും. പിന്നെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കണം കേട്ടോ, ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അല്ല യൂട്യൂബിലും ഈ വാർത്തയുടെയൊക്കെ താഴെ ആൾക്കാർ പുച്ഛിക്കുക. മറ്റേ അമർ അക്ബർ അന്തോണി സിനിമയ്ക്കകത്ത് പാഷാണ ഷാജി അമ്മ അയ്യോ എന്ന് പറഞ്ഞ് വീഴുമ്പം എണീച്ച് പോടാ മതി എന്ന് പറഞ്ഞ് പറയുന്ന രീതിയിലാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. പിന്നെ വീണ ജോർജ് മേഡം, നിങ്ങൾക്കിത് ചേർന്നതാണോ? ഇതാണോ നിങ്ങളുടെ രീതി എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി കൂട്ടിയ സ്ക്രിപ്റ്റിന് നിങ്ങളും ഒത്തു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്നോ. പക്ഷേ നിങ്ങൾ നടത്തിയ വികസനമായിരിക്കണം നിങ്ങളുടെ പ്രകടന പത്രികയിൽ മുന്നിൽ നിൽക്കേണ്ട സാധനം. ഞാനിത് നടത്തി, ഇനി ഞാനിത് തുടരും എന്ന് പറയണം. അത് പറയാൻ പറ്റണം. അത് പറയാൻ പറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണം പരാജയമായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഇനി നിങ്ങൾ ഇലക്ഷന് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ബാക്കി ജനങ്ങൾ തന്നോളും. പിന്നെ കേരളത്തിലെ ജനങ്ങളോട്, എന്നെ കേൾക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ കരുതി തന്നെ ഇരുന്നു, ഇതായിരിക്കും ഇനി അങ്ങോട്ടുള്ള കേരളത്തിന്റെ അവസ്ഥ. സമാധാനം നമുക്ക് കാണുമെന്ന് വിചാരിക്കുകയേ വേണ്ട. കുറെ കാലത്തേക്ക് ഇവരിങ്ങനെ തന്നെയായിരിക്കും, മറ്റേ പേ പിടിച്ച പട്ടികളുടെ കണക്ക് തെരുവിൽ ഇങ്ങനെ വിഷയം ഉണ്ടാക്കും. അത് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട്. അത് തന്നെ കരുതിയിരുന്നു, കേരളത്തിലെ ജനങ്ങൾ കരുതി തന്നെ ഇരുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്നുണ്ടല്ലോ. ഇതിനു മുന്നേ ഉള്ള 10 വർഷം ഉറങ്ങിക്കിടന്ന ആളുകളാ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവരിറങ്ങും. ഇവർ ഇലക്ഷൻ വരെ ഒന്ന് ഒതുങ്ങിയിരിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പം അത് നടക്കില്ല. അതുവരെ ഒതുങ്ങിയിരിക്കാനുള്ള ക്ഷമ ഇവർക്കില്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ കരുതിയിരിക്കുക. മറ്റ് പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാരും BJP-ക്കാരും അതിന്റെ യുവജന പ്രവർത്തകരും ഒക്കെ കരുതിയിരിക്കുക. അതിനേക്കാളേറെ CPM, CPI, SFI, DYFI, AIYF-ഉം അങ്ങനത്തെ ഉള്ള നിങ്ങളുടെ ഘടകകക്ഷികളും കമ്മ്യൂണിസ്റ്റ് ഘടകകക്ഷികളും കരുതിയിരിക്കുക. അവരെ മറ്റു പാർട്ടിക്കാർ ഉപദ്രവിക്കാൻ ചാൻസ് ഇല്ല. ഉപദ്രവം എവിടുന്ന് തന്നെയാണ് എന്നുള്ളത് സ്വയം ചിന്തിക്കുക. ബുദ്ധിയുള്ളവർ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ ഈ വീട്ടിലുള്ള മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പിടിച്ച് വീട്ടിൽ ഇരുത്തുക. കാരണം ലക്ഷ്യങ്ങൾ പലതാണ്. അതൊക്കെ ആ അജണ്ട നടപ്പാക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം നമ്മൾ സ്വയം സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട്.